കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും ആയിക്കഴിഞ്ഞ് AICC അടക്കം അതിന് അനുമതി നൽകിയെന്ന് സൂചന വരുന്നുണ്ട്. ശരിയായിരിക്കുമോ സാർ? പലയിടത്തും വാർത്ത വന്നു കഴിഞ്ഞു. അല്ല, വാർത്ത നമുക്ക് ആര് പറഞ്ഞു എന്നറിയണ്ടേ. ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് തള്ളയും 2 മക്കളുമാണ്. അവർ പറയണം. അതല്ലെങ്കിൽ മറ്റേ നമ്മുടെ സുന്ദര കളയബരൻ മല്ലികാർജുൻ ഖർഗെ എന്ന് പറയുന്ന ഗോറില്ല പറയണം. ഇത് പറയാത്തിടത്തോളം കാലം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ പി ചിദംബരമോ അതല്ലെങ്കിൽ ജയറാം രമേശ്, ഇങ്ങനെ ജോലിയില്ലാതെ നടക്കുന്ന കുറേ പേരുണ്ടല്ലോ ഡൽഹിയിൽ. അവരാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഇതിപ്പോൾ ആരെയും കോട്ട് ചെയ്തിട്ടൊന്നുമില്ല, ആരുടെ പേരും കോട്ട് ചെയ്തിട്ടില്ല. ചുമ്മാ പറഞ്ഞു വേണുഗോപാലും കേരള മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ഇത് ചിലപ്പോൾ വേണുവിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സതീശൻ ചെയ്ത പണിയായിരിക്കും. മനസ്സിലായല്ലേ? സതീശൻ ഏതെങ്കിലും റിപ്പോർട്ട് എടുത്ത് കൊടുത്തത്. 2-3 വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഹേമാംബിക ക്ഷേത്രത്തിൽ അവിടെ കെ.സി. വേണുഗോപാലിന്റെ പേരിൽ തുലാഭാരം നടത്തിയിരിക്കുന്നു. കളഭം കൊണ്ട് തുലാഭാരം നടത്തിയിരിക്കുകയാണ്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് ചെയ്തതാണെന്നാണ് പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ഈ നേതാവ് പറയുന്നുണ്ട്. ഇനി 2, വിക്കിപീഡിയ പേജിൽ 13ാമത് കേരള മുഖ്യമന്ത്രി എന്ന് കെ.സി. വേണുഗോപാലിന്റെ വിക്കിപീഡിയ പേജിനകത്ത് പറയുന്നുണ്ട്. 13ാമത്തെ മുഖ്യമന്ത്രി. വളരെ അൺഫോർച്ചുനേറ്റ് ആയിരിക്കും. അപ്പോൾ ആരും എന്താ പറയണേ, മുന്നോട്ട് വരില്ല മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കാനായിട്ട്. 13 ഒരു അവലക്ഷണം കിട്ട നമ്പറല്ലേ. അത് എടുക്കുന്ന ആള് മിക്കവാറും ചാവും അടുത്തന്നെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വിവാദമായിരിക്കുന്നു. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വാർത്ത വന്നതാണ്, AICC തീരുമാനമായി, കോൺഗ്രസ് ഹൈക്കമാൻഡൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, സൂചന വരുന്നു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഇത് ഒരു പ്രശ്നം എന്താണെന്നറിയാമോ പ്രിയൻ? ഒന്നാമത്തെ റിസൾട്ട് വന്നിട്ടില്ല. ഈ അഭിപ്രായ വോട്ടെടുപ്പിൻ്റെ പുറത്ത് അവർ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആളെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി യഥാർത്ഥ വോട്ട് കൗണ്ടിങ് നടന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല. ആരെ പറഞ്ഞ ഇയാൾ മുഖ്യമന്ത്രിയാവുമെന്ന് AICCയിൽ വിവരമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂല. അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ചർച്ചകളും ആ നിമിഷം നിർത്തിക്കൊള്ളണം എന്നാണ് മറ്റേ രാജകൊട്ടാരത്തിൽ നിന്ന് ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ എങ്ങനെ ഇത് ചർച്ച ചെയ്യണം? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സതീശൻ്റെ പണി, സതീശൻ വേണുവിനെ പാര വയ്ക്കാനായിട്ട് ചെയ്തു വെച്ചേക്കുന്ന പണിയാണത്. അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അങ്ങനെ പറ്റിക്കുന്നു തോന്നുന്നുള്ളത്. രമേശ് ചെന്നിത്തല കുറച്ച് മാന്യനാണ് അല്ലേ? എപ്പോഴും ചിരിച്ച് പൗഡർ കുട്ടനായിട്ട് ഇങ്ങനെ നടക്കുകയുള്ളൂ മുമ്പിൽ. അപ്പം മറ്റേ കാര്യം എന്താ, വേറെ പല ആൾക്കാരും അദ്ദേഹത്തിനെ പറ്റി മന്ത്രവാദികളുടെ അടുത്ത് പോകണമെന്നോ കൂടോത്രം ചെയ്യിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇവർ 3 പേരും ജയിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വാർത്തയിൽ ഐ ഹാവ് ഗോട്ട് മൈ ഓൺ റിസർവേഷൻസ്. കാരണം ഇത് എന്താ, പേരിനാണെങ്കിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA-മാർ ഒരുമിച്ചിരുന്നിട്ടാണല്ലോ നേതാവിനെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെയല്ലേ ചെയ്യണേ. എന്നിട്ട് ഇന്ന് രാവിലെ മുരളീധരൻ TV-യിൽ പറഞ്ഞു കേട്ടു, അങ്ങനെ MLA-മാർ സെലക്ട് ചെയ്യും നേതാവിന്, എന്നിട്ട് അയാളുടെ പേര് സഖ്യകക്ഷികൾക്ക് അയച്ചു കൊടുക്കും, സഖ്യകക്ഷികൾ അപ്രൂവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡിലേക്ക് അയച്ചു കൊടുക്കും, അവിടെ നിന്ന് അപ്രൂവൽ വരും, എന്നിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുക. ഇതല്ലാതെ ഉള്ളതൊക്കെ അൺടൈംലി ഡിസ്കഷനാണ്, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഇപ്പോൾ റെക്കോർഡ് എന്നുള്ളത്. നമ്മൾ അയാൾ മുരളീധരനെ TV-യിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ചെയ്യണ കുടിപ്പക തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, ഷാഡോ ബോക്സിംഗ് എന്നൊക്കെ പറയും നമുക്ക്. അതിൻ്റെ ഒരു ഭാഗമാണ്. വേണുഗോപാൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? വേണുഗോപാൽ പ്രതികരിച്ചത് എക്സിറ്റ് പോളിനെ പറ്റിയിട്ടാണ്. എന്താ പറയുക, എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല, ജനങ്ങളുടെ പോളിലാണ് വിശ്വാസം, അതുകൊണ്ട് അത് വരട്ടെ, എക്സിറ്റ് പോൾ പറയുന്ന സീറ്റിന്റെ എണ്ണം കുറവാണല്ലോ എന്നൊക്കെയാണ് കെ.സി. വേണുഗോപാൽ. അല്ല, അത് മുരളീധരൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങൾക്ക് അറിയായിരുന്നു, ഞങ്ങൾ ഇതിലും കൂടുതൽ ഫിഗറാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, ഞങ്ങളുടെ കണക്കൂട്ടലനുസരിച്ചിട്ട് ഇതിലും കൂടുതൽ കിട്ടുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്ന്, ഇപ്പോൾ അത് അവർ സീറ്റ് കുറഞ്ഞിരുന്നെങ്കിൽ അവർ പറഞ്ഞു വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അതങ്ങനെയാണല്ലോ എക്സിറ്റ് പോളിന്. ഇപ്പോൾ ബാലൻ, പണ്ടേക്ക് ബാലന് എക്സിറ്റ് പോളിനൊക്കെ ഭയങ്കര പുച്ഛായിരുന്നു. ഇപ്പോൾ ബാലൻ പറയണ കണ്ടില്ലേ, ആൾക്കാർ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവർ 3 പേരും ഇപ്പോൾ ഫ്രണ്ട് റണ്ണേഴ്സാണ് എന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക്, വേണുഗോപാലും പിന്നെ ചെന്നിത്തലയും വി ഡി സതീശനും. ഇപ്പോൾ എനിക്ക് ബലമായ സംശയം, ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ കേരളത്തിന് എന്തുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ആയിക്കൂടാന്നൊക്കെ ചോദിച്ചു. പ്രിയങ്കേനെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടായിരിക്കും, അതിൽ മീനാക്ഷി നടരാജനെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടായിരിക്കും. മീനാക്ഷി നടരാജനെ അറിയില്ലേ? ഡൽഹിയിലുള്ള അയാളുടെ സഹപ്രവർത്തകയാണ്.
അപ്പോൾ അങ്ങനെ ആരെങ്കിലും അവരിപ്പോൾ ഏത് കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തിയാലും അവർ കേരള മുഖ്യമന്ത്രിയാണ്, അത്രേ ഉള്ളൂ. അല്ല, പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കാലാവസ്ഥ വെച്ചിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കാം. കാരണം BJPയുടെ സീറ്റുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അത് UDFനെ തന്നെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത്, CPMനെ ആയിരിക്കില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ CPMൻ്റെ ഇടതുപക്ഷത്തിന് ഒരു നിർണായകമായ ഭൂരിപക്ഷം ഉണ്ടായാൽ, ഇല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ 71 സീറ്റ് എന്ന് പറയുന്ന വലിയ അസംഭവ്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സർ. കാരണം ഒരു വലിയ മൃഗീയ ഭൂരിപക്ഷമൊന്നും UDFന് കിട്ടുമെന്ന് ഒരു പ്രവചനത്തിലും ഇല്ല. അവകാശവാദങ്ങൾ മാത്രമേ ഉള്ളൂ. 80-85 സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റൂല കേട്ടോ. ഇല്ല, എപ്പോൾ വേണമെങ്കിലും മുസ്ലിം ലീഗ് പുറത്തേക്ക് പോരും. CPM ആൾക്കാര് നല്ല കാര്യമായി. അല്ല, കേരള കോൺഗ്രസ് എന്താ മാറാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ജോസഫ് ഗ്രൂപ്പിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. അവർക്ക് ഇനിയും ഭരണം കിട്ടാൻ നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു പ്രശ്നം. മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, മുസ്ലിം ലീഗിന്റെ. അപ്പോൾ ഇത് ഈ സഖ്യകക്ഷികളെ ആശ്രയിച്ചിട്ടൊന്നും കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റുമൊന്നുമില്ല. അതല്ലെങ്കിൽ മറ്റേ അവർ 2-3 ചിലപ്പോൾ ഉപമുഖ്യമന്ത്രിമാരുടെ പദവി അവർ ചോദിച്ചു എന്നിരിക്കും. ആരാ? മുസ്ലിം ലീഗ് കൊടുത്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടീനെ മുഖ്യമന്ത്രിയാക്കാൻ പറയും. അല്ല, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാൽ എന്താ കുഴപ്പം എന്നാണ് ഇപ്പോൾ ചോദ്യം. ശരി, നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ. പിന്നെ കേരളത്തിലെ ഹിന്ദുക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് കുഞ്ഞാലിക്കുട്ടിയാണ് ഐഡിയൽ പേഴ്സൺ. വളരെ അദ്ദേഹം മതേതരവാദിയാണല്ലോ. കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുകയാണെങ്കിലും അദ്ദേഹം ഒരു മതേതരവാദിയാണ്. പിന്നെ ഹിന്ദുക്കളുടെ കാര്യം അദ്ദേഹം നോക്കിക്കോളും. അദ്ദേഹം തങ്ങളും ഉണ്ടല്ലോ, കോഴിക്കോടിന്റെ താക്കോല് കുറുക്കനെ ഏൽപ്പിക്കണമെന്നാണോ? വേറെ എന്താ മാർഗം എന്ന് പ്രിയം പറയൂ. BJP അത് ഹൈന്ദവരെ സംരക്ഷിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല. കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ്. അതൊന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാനിതൊരു പ്രാന്തനെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സത്യമായിട്ടും അതാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മിറ്റിയാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമേ അതിനകത്ത് ഭാവിയുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള കോൺഗ്രസ്സുകാർ പലരും പോയി മതം മാറി കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു. തള്ളയുടെ കൂടെ മറ്റേ അമ്മ മഹാറാണിയുടെ കൂടെ ഒരു മതം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ വേണുഗോപാലും മുഖ്യമന്ത്രി ആവുമോ ഇല്ലോ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ സതീശൻ്റെ കാര്യമാണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ കാര്യമാണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാര്യമാണെങ്കിലും പാവം സണ്ണി ജോസഫിൻ്റെ കാര്യത്തിലാണെങ്കിലും. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മാത്യു കുഴൽനാടൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? മാത്യു കുഴൽനാടൻ ഡൽഹിയിൽ പോയിട്ട് KC വേണുഗോപാലിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെന്ത് മാജിക്കിനാണെന്ന് അറിയില്ല. അല്ല, ഈ വേറെ തമാശ അറിഞ്ഞോ? ഈ വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി ആകുമ്പോൾ ഡൽഹിയിൽ ഒരു പദവി ഒഴിയും. അതിനുവേണ്ടി അവിടെ അടി തുടങ്ങിക്കഴിഞ്ഞു. ഇവിടുത്തെ വാർത്തയുടെ ഇൻറ്റൻസിറ്റി കാരണം. ഇപ്പോൾ രഞ്ജിത് സിംഗ് ഹൂഡ എന്ന് എന്താണ്ടൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അയാൾ ജയറാം രമേശ് അങ്ങനെയൊക്കെയുള്ള കുറേ പേര് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിഴലായിട്ട് കൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള തല്ല് തുടങ്ങിക്കഴിഞ്ഞു അവിടെ. അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാനായിട്ടാണ് കോൺഗ്രസ് നോക്കുക. ഇയാളിപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല എന്നറിയാം. ആരാ? ഈ വേണുഗോപാലേ കൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കോളാം. പച്ചക്കറി എത്ര വേണം, നോൺ വെജിറ്റേറിയൻ കറി എത്ര വേണം, പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പൈസയൊക്കെ കിട്ടാനുള്ള അപ്പോൾ ഒരു കണക്കപ്പള്ളിയായിട്ട് ഇങ്ങനെ എല്ലാം നോക്കി ചെയ്തോളൂ. വിശ്വസ്തനാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അയാളെ കേരള മുഖ്യമന്ത്രി ആക്കാൻ അവർ തയ്യാറാവുമോ എന്നുള്ളത് പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, അയാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരു നിയമസഭാ വേക്കൻസി വരും അവിടെ മറ്റേ പാർലമെൻ്ററി വേക്കൻസി വരും. ഇപ്പോൾ 99-ൽ നിന്ന് 1 കുറയും, 98 ആവും. അപ്പോൾ അവിടെ എങ്ങാനും വെച്ച് കഷ്ടകാലത്തിന് മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെയും പോയി 97 ആവും പിന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട് ഇതിനകത്തും. ആരെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് അതിലും ഭേദം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും MLA പിടിച്ച് മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതല്ലേ. ഇപ്പോൾ സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ്, മാത്യു കുഴൽനാടൻ, ഇവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ ആരെങ്കിലും പിടിച്ചിട്ട് ജബി മേത്തർ അവരും മുഖ്യമന്ത്രി പദത്തിന് അർഹതയുള്ളവരാണ്. പക്ഷേ രാജ്യസഭാ മെമ്പറാണ് അവരും. പിന്നെ അവർ നിയമസഭയിലേക്ക് ആരെങ്കിലും കോൺഗ്രസ് MLA തല്ലിക്കൊന്ന് അവിടെ വേക്കൻസി ഉണ്ടാക്കിയിട്ട് അവിടെ നിർത്തി ജയിപ്പിച്ചാൽ പോരെ അവരെ. അപ്പോൾ അത് ശരിയാവും. അതപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ അവർക്ക് വേണമെങ്കിൽ. ഇതൊരു ലാസ്റ്റ് വേർഡ് അല്ല, ഇതൊരു ഇപ്പോൾ ഈ പറഞ്ഞ പട്ടം പറപ്പിക്കുക എന്ന് പറയും, കൈറ്റ് ഫ്ലൈയിങ്. എന്താണ് സംഗതി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പ്രതികരണം എന്താണ്, പാർട്ടി നേതാക്കന്മാരുടെ പ്രതികരണം എന്താണ്
ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിനെ പറയുക കൈറ്റ് ഫ്ലൈങ് എന്നാണ് പറയുക. പിന്നെ വേറൊരു ഇതുണ്ട്, പ്രിയനറിയാലോ പത്രങ്ങളിൽ പ്ലാന്റ് ചെയ്യാമെന്ന് പറയും. സോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പ്ലാന്റർമാരുണ്ട്. റിപ്പോർട്ടർമാരുടെ ഇടയിൽ നല്ലൊരു ശതമാനം പ്ലാന്റർമാരാണ്. അവരുടെ അടുത്ത് ഇന്ന വാർത്ത വരണം എന്ന് പറഞ്ഞു കൊടുത്ത് അവർ വരുത്തും, എഴുതിയിരിക്കും അവർ. അത് വിശ്വസിക്കാവുന്ന റിപ്പോർട്ടർമാരൊക്കെ ഉണ്ട്. ഞാനൊന്നും കാപ്പിട്ടൽ ജനസി പെടൂല കേട്ടോ, എന്നെയൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല പ്ലാൻ ചെയ്യാനായിട്ട് സ്റ്റോറി. നമുക്കൊക്കെ ഇപ്പോഴും പേടിയാണ്. ഒരു സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആൾ വേണം.